ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. യേശുവിൻ പേർക്കായി പാട് സഹിച്ചിടാം, ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. ക്രിസ്തേശുവിൻ പേർക്കായി പാട് സഹിച്ചിടാം, ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. സൽഗുണങ്ങളിൽ സമ്പൂർണ്ണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. സൽഗുണങ്ങളിൽ സമ്പൂർണ്ണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഒരു ഉദാഹരണ കഥ കേട്ടിട്ടുണ്ട്. ഒരു മാലാഖ ഒരാളെ സ്വർഗവും നരകവും എന്ത് എന്ന് കാണിപ്പാൻ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ആ കഥ. വെറും ഭാവനയാണ്, അങ്ങനെ നടന്നതായിരിക്കണമെന്നില്ലല്ലോ. ഭാവന, സാങ്കല്പികമായി മനോഹരമായൊരു ഉദാഹരണ കഥ. ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി എന്താണ് നരകം, എന്താണ് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യം നരകത്തിലാണ് കൊണ്ടുപോയത്. നരകത്തിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഭക്ഷണ സമയമാണെന്നാണ്. ഭക്ഷണ സമയം, മേശപ്പുറത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മാലാഖയുടെ കൂടെ ചെന്ന ആൾ ഓർത്തു, ആ നരകത്തിൽ ദുരിതമല്ലല്ലോ, നല്ല ഒന്നാം തരം ഭക്ഷണം, നല്ല വിശിഷ്ട വിഭവങ്ങൾ. നരകം കൊടും പട്ടിണിയാണെന്ന് വിചാരിച്ചത് അല്ലല്ലോ, ഇഷ്ടം പോലെ എന്ത് നല്ല സ്വാദിഷ്ട ഭോജനങ്ങൾ, നല്ല സംച്വസ് മീൽ, മൃഷ്ടാന്ന ഭോജനം എന്നൊക്കെ പറയില്ലേ. അയ്യോ കൊള്ളാമല്ലോ. എല്ലാവരും വന്നു, നരകത്തിലുള്ളവർ എല്ലാവരും വന്ന് അവരവരുടെ സീറ്റിലിരുന്നു. കഥയാണ്. എല്ലാവരും വന്ന് സീറ്റിലിരുന്നു. ആർത്തി പൂണ്ട് നല്ല ഒന്നാം തരം
നാവിൽ കൊതിയൂറുന്ന നനവൂറുന്ന നല്ല ഭക്ഷണം ആർത്തി കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കാം, പ്രയാസമില്ല, എടുത്തു. പക്ഷേ വായിലോട്ടും അടുപ്പിക്കാൻ പറ്റുന്നില്ല, വായിലേക്കിങ്ങ് അടുപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പോഴാണ് ഈ മാലാഖ കാണിക്കാൻ കൊണ്ടുപോയി ആ ആൾ കണ്ടത് അവരുടെ ഈ കയ്യിൻ്റെ മുട്ടിങ്ങനെ വളയില്ല. നരകത്തിലുള്ളവരുടെ കയ്യിൽ എന്തോ ഒന്ന് വെച്ച് കെട്ടിയിരിക്കുന്നു, മുട്ട് വളയ്ക്കാൻ പറ്റില്ല. അത് എടുത്തിട്ട് വായിലോട്ട് കൊണ്ടുവരാനെങ്കിലും ശ്രമിക്കുകയല്ലാതെ അത് വായിലോട്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. ഒട്ടും ഇങ്ങനെ പൊങ്ങുമെന്നുള്ളതല്ലാതെ അത് വായിലേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല, കാരണം മുട്ട് മടങ്ങില്ല. ഇത് രുചികരമായ ഭക്ഷണം കയ്യിൽ കിട്ടി സാധിക്കുന്നില്ല, ഭക്ഷിക്കാൻ പറ്റുന്നില്ലെന്ന് വന്നപ്പോഴത്തേക്കും അവർക്ക് അരിശമായി. ദേഷ്യപ്പെട്ട് പിരാകുന്നു, ശപിക്കുന്നു, അസഭ്യവാക്കുകൾ പറയുന്നു, ചീത്ത വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രങ്ങളോടുകൂടി ഏറാണ്. ഭയങ്കര ബഹളം, എന്തൊരൊച്ചപ്പാട്. മാലാഖ പറഞ്ഞു, ഇതാ നരകം. കണ്ടില്ലേ എന്ത് ഭയങ്കരമായ ബഹളം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു, പലരും മുറിവേൽക്കുന്നു, വിഷമിക്കുന്നു, ചീത്ത കേട്ട് ആരും കുറയ്ക്കുന്നില്ല, എല്ലാവരും ചീത്ത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശാപം തന്നെ ശാപം. മാലാഖ പറഞ്ഞു, ഇനി സ്വർഗം കാണിച്ചു തരാം. സ്വർഗത്തിലെത്തി. അവിടെയും മേശപ്പുറത്ത് വെച്ചിരിക്കുന്നതല്ല ഇതൊക്കെ തന്നെയാണ്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ അവിടെ ഒരു പ്രത്യേകത, ഈ ആളുകൾ ഭക്ഷണം കഴിക്കാൻ എടുത്തപ്പോൾ അവരുടെ കൈയും മടങ്ങുന്നില്ല കേട്ടോ, അവരുടെ കൈയും ഇതുപോലെ തന്നെയാണ്. അവരെന്ത് ചെയ്തു? അവർ എടുത്ത ഭക്ഷണം മറ്റവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. അതിന് കുഴപ്പമില്ലല്ലോ, അടുത്തിരിക്കുന്നയാളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അടുത്തിരിക്കുന്നയാളെടുത്ത ഭക്ഷണം ഇയാളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ കൈ മടങ്ങണ്ട, അങ്ങോട്ടങ്ങോട്ട് കൊടുക്കുമ്പോൾ എനിക്കും കിട്ടുന്നു. മാലാഖ പറഞ്ഞു, ഇതാ സ്വർഗം. എന്താണ് വ്യത്യാസം? ഒരിടത്ത് സ്വന്തം കാര്യം മാത്രം, മറ്റൊരിടത്ത് മറ്റുള്ളവൻ്റെ കാര്യം മാത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഹെർമോൻ പർവ്വതം തരുന്ന പാഠം അതാണ്. ഹെർമോന്യ മഞ്ഞ് അതാണ്. ഹെർമോൻ പർവ്വതം തരുന്ന പാഠം. സഹോദരീ സഹോദരങ്ങളെ, ഈ ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയും. കൊടുക്കാനും വാങ്ങാനുമുള്ള മനസ്സ്. എനിക്ക് സ്നേഹം കിട്ടണം, എനിക്ക് ബഹുമാനം കിട്ടണം, ആദരവ് കിട്ടണം, എന്നെ എല്ലാവരും കരുതണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എൻ്റെ കാര്യം എല്ലാവരും നോക്കണം, എൻ്റെ അഭിപ്രായം ചോദിക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് അത് മാറിയിട്ട് അങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ ആസിയയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി, ആസിയയിലെ കശീശന്മാരെ വിളിച്ചു വരുത്തി സെൻറ്റ് പോൾ പറയുന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. കാരണം അപ്പോസ്തലൻ പറയാൻ കാരണമുണ്ട്. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. 3 വർഷം മുഴുവനും ആസിയയിൽ താമസിച്ച്, ഏഷ്യ മൈനർ ആസിയയിൽ താമസിച്ച് അവിടെ രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് അവിടെയുള്ള പ്രിയപ്പെട്ട ദൈവജനത്തിന് ബുദ്ധി പറഞ്ഞു കൊടുത്തതായി അപ്പോസ്തലൻ അവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ്, യെരൂശലേമിലേക്ക് പോവുകയാണ്. പറയുകയാണ്, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ അപ്രതിരോധ്യമായി തടുക്കാനാകാത്തതുപോലെ യെരൂശലേമിലേക്ക് ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. സ്തോത്രം. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ സ്നേഹിതരെ, ഞാൻ ഭയത്തോടെ പറയട്ടെ, ഞാൻ പേടിച്ചാണ് പറയുന്നത്. ഇതൊക്കെ പറയാൻ എനിക്കെന്താണ് യോഗ്യതയെന്ന് ഓർത്ത് ഒന്ന് ചുരുണ്ടുകൊണ്ടാണ് പറയുന്നത്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ഓട്ടം തേക്കണം,
കർത്താവ് തന്ന് ശുശ്രൂഷ തയ്ക്കണം. ഇതേ എനിക്കുള്ളൂ. സ്തോത്രം. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഹെർമോന്യമഞ്ഞ് പെയ്യും, സിയോൻ പർവ്വതം മഞ്ഞ് പൊഴിക്കും, കുളിർമയുടെ മഞ്ഞ്. നിങ്ങൾക്ക് തണുപ്പ് വേണമോ? നിങ്ങൾക്ക് ആശ്വാസം വേണമോ? നിങ്ങൾ ആശ്വാസം കൊടുത്തുകൊള്ളൂ. മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നുകൊള്ളൂ. നിങ്ങൾക്ക് ആശ്വാസം വേണമോ? നിങ്ങൾക്ക് സമാധാനം വേണമോ? ധാരാളമായി കൊടുത്തുകൊള്ളൂ. ധാരാളമായി നിങ്ങൾ കൊടുത്തുകൊള്ളൂ. സ്നേഹം കൊടുത്തുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹം അത് ഇങ്ങോട്ട് കിട്ടണമെന്ന് വാഞ്ചിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കണമെന്ന് വാഞ്ചിക്കൂ. യേശുക്രിസ്തു ചെയ്തതാണ്. തന്നെ തന്നെ ആ സ്നേഹത്തിൽ നിറഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി കൊടുത്തു. മനുഷ്യരാശിക്ക് വേണ്ടി കൊടുത്തു. മനുഷ്യന് വേണ്ടി കൊടുത്തു. എനിക്ക് വേണ്ടി തന്നെ തന്നെ അവൻ തന്നു. എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി തന്നെ തന്നെ അവൻ കുരിശിലെ മരണത്തോളം താഴ്ത്തി. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ദൈവത്തിന് സ്തോത്രം. ഈ പാപിയായ എന്നെ കോരിയെടുക്കാൻ, ബോധമില്ലാത്തവനെ പോലെ പാപത്തിൻ്റെ പുറകെ ഓടിയവനായ എന്നെ കോരിയെടുക്കാൻ, സുബോധം കെട്ടവനെ പോലെ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ പോയ എന്നെ വീണ്ടെടുക്കാൻ, ബോധം നഷ്ടപ്പെട്ടവനെ പോലെ പാപത്തിൻ്റെ രസങ്ങളിൽ മുഴുകി ജീവിക്കാൻ തത്രപ്പെട്ട എന്നെ വലിച്ചെടുത്ത് വീണ്ടെടുക്കാൻ അവൻ സ്വർഗസോപാനങ്ങൾ വെടിഞ്ഞ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കുരിശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടി, ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്ത് നന്മ നീ കണ്ടു രക്ഷാകര. ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്ത് നന്മ കണ്ടു നീ രക്ഷാകര. ഈ എന്നിൽ നീ എന്ത് നന്മയാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, പാട്ടുകാരൻ പാടി, കുരിശിൻ നിഴലിൽ തല ചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയായി. കുരിശിൻ നിഴലിൽ തല ചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയായി. കുരിശിൻ സ്നേഹ തണലിൽ കൃപയിൻ ശീതള നിഴലിൽ പ്രാണപ്രിയൻ്റെ തൃക്കഴലിൽ പ്രാണപ്രിയൻ്റെ തൃക്കഴലിൽ കാണുന്ന ഭയമെന്നഴലിൽ കാണുന്ന ഭയമെന്നഴലിൽ കുരിശിൻ നിഴലിൽ തല ചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാൻ. കർത്താവേ, കുരിശിൻ്റെ സ്നേഹത്തണലിൽ ഞാനൊന്ന് തലചായ്ച്ചോട്ടെ. ആ സ്നേഹശീതളമായ നിഴലിൻ കീഴിൽ ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ലോകത്തിൻ്റെ വെയിലേറ്റ് വാടി എനിക്ക് അല്പം വിശ്രമം കിട്ടാൻ ഞാൻ നിൻ്റെ കുരിശിൻ ചൂടിലേക്ക് ഓടി അണഞ്ഞുകൊള്ളട്ടെ. രോഗത്തിൻ്റെ ബാധയേറ്റ് വലഞ്ഞ് പെടയുന്ന എൻ്റെ ശരീരവും പേറി ഞാൻ നിൻ്റെ കുരിശിൻ ചൂട്ടിലേക്ക് അഭയപ്പെട്ടൊന്ന് വന്നുകൊള്ളട്ടെ. കർത്താവെ, വേദനയിൽ പൊളയുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും പേറി എൻ്റെ മനസ്സിൻ്റെ ആകുലങ്ങളും പേറി നാഥ, ഞാൻ നിൻ്റെ കുരിശിൻ തണലിലേക്ക് ഒന്ന് ഓടി അണയട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പാപഭാര ചുമടെടുത്തവശന തളർന്നോരൻ ജീവിതമേ. പാപഭാര ചുമടെടുത്തവശന തളർന്നോരൻ ജീവിതമേ. തളർന്നോരൻ ജീവിതം കുരിശിൻ നിഴലിൽ ശാന്തി കണ്ടതിനാൽ തളരാതിനി വാനവിരിവിൽ തളരാതിനി വാനവിരിവിൽ ചിറകൾ
ചിറകടിച്ചുയർന്നിടം വിരവിൽ, ചിറകടിച്ചുയർന്നിടം വിരവിൽ, കുരിശിൻ നിഴലിൽ തലചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാൻ. കുരിശിൻ്റെ നിഴലിൽ പാവഭാര ചുമടെല്ലാം ഇറക്കി വയ്ക്കാം. നമ്മുടെ ദ്വേഷങ്ങൾ, വിദ്വേഷങ്ങൾ, നമ്മുടെ ദുഷ്ടതകൾ, നമ്മുടെ ക്രൂരതകൾ, നമ്മുടെ കൊടും ക്രൂര ചെയ്തികൾ എല്ലാം ഇറക്കി വയ്ക്കാം. ഈ ഭാരങ്ങളുടെയും ആകുലങ്ങളുടെയും ചുമടുകെട്ടുകളെല്ലാം കൂടി കൊണ്ടുവന്ന ഭാണക്കെട്ടെല്ലാം അവിടെ ഇറക്കി വയ്ക്കാം. എല്ലാം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു വലിയ പണിശാല, വലിയൊരു ഫാക്ടറിയാണ്, വലിയ ഫാക്ടറിയാണ്. ഫാക്ടറിയിൽ ധാരാളം ജോലിക്കാരുണ്ട്. അവരുടെ പലരുടെ ഉപജീവനം ആ ഫാക്ടറി ജോലി കൊണ്ടാണ്. ജീവിതം അങ്ങനെയാണ്. പക്ഷേ ഒരു വലിയ അപകടം നേരിട്ടു. എന്താണെന്നോ, ഫാക്ടറിയിലെ മെയിൻ മെഷീൻ വർക്ക് ചെയ്യില്ല. വലിയൊരു മെഷീനറിയാണ്. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ജോലിക്കാർക്ക് ജോലിയില്ല, ലേ ഓഫ്, പണിയില്ല. പാവങ്ങൾ പട്ടിണിയിലായി, പാവപ്പെട്ട തൊഴിലാളികൾ വിഷമത്തിലായി. എന്തു ചെയ്യാം? മാനേജ്മെൻറ്റ് വളരെ ഉത്സാഹിക്കുന്നുണ്ട് എങ്ങനെയും ഇതൊന്ന് ശരിയാക്കിയെടുക്കാൻ. വലിയ വിദഗ്ധന്മാരെ കൊണ്ടുവന്നു, വലിയ വലിയ മെക്കാനിക്കുകളെ കൊണ്ടുവന്നു, വളരെ പ്രസിദ്ധന്മാരായ വലിയ സമർത്ഥന്മാരെ, നല്ല വൈദഗ്ധ്യമുള്ളവരെ കൊണ്ടുവന്നു. അവരൊക്കെ നോക്കി, പറ്റുന്നില്ല. എൻജിൻ വർക്ക് ചെയ്യുന്നില്ല, ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. എത്ര ദിവസമാണ്? എന്തു വലിയ നഷ്ടമാണ് വരുന്നത്. തൊഴിലാളികൾക്ക് നഷ്ടം, മാനേജ്മെൻറ്റ് നഷ്ടം, എല്ലാം നഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വളരെ സമർത്ഥനായ ഒരാളുണ്ടെന്ന് കേട്ടു. വിളിച്ചു, അദ്ദേഹം വന്നു. വിദേശത്താണ്, നമ്മുടെ നാട്ടിലല്ല. അദ്ദേഹം വന്നു, നോക്കി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കിറ്റ് ബോക്സ് ഉണ്ട്, ചെറിയ ടൂൾ ബോക്സ്. അതിൽ നിന്നൊരു ചെറിയ ചുറ്റി എടുത്തു. ചെറിയ ചുറ്റിയാണ്. അദ്ദേഹം അവിടെ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ആ ഒരു ഭാഗത്ത് അദ്ദേഹം ഒന്ന് മുട്ടി, ആ ചുറ്റി കൊണ്ടൊന്ന് മുട്ടി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു, ഓൺ ചെയ്തോളാൻ പറഞ്ഞു. ഓൺ ചെയ്തു. എന്തൊരു അത്ഭുതം, മെഷീൻ വർക്ക് ചെയ്യുന്നു. എന്തൊരു അതിശയം. മാനേജറിന് സന്തോഷമായി, തൊഴിലാളികൾക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. ഉടനെ മാനേജർ വളരെ വിനയപൂർവ്വം പറഞ്ഞു, സാറേ, ഞങ്ങൾ എന്താ തരേണ്ടതിന്? ഞാൻ ബില്ല് തരാം. ബില്ല് $1000. അയ്യോ, അദ്ദേഹം മാനേജറിൻ്റെ അമ്പരുന്നു. അദ്ദേഹം ഉടമസ്ഥൻ ചോദിച്ചു, സാറേ, അപ്പോഴീ ചുറ്റി കൊണ്ട് പയ്യൊന്ന് മുട്ടിയല്ലേ ഉള്ളൂ, അത് ഇത്രയും വലിയ ബില്ല്? അതെ, അത് മുട്ടിയതിന് $1 ഉള്ളൂ, മുട്ടിയതിന്. പക്ഷേ എവിടെ മുട്ടണം, എങ്ങനെ മുട്ടണം എന്നുള്ള എൻ്റെ അറിവിനാണ് $999. സ്നേഹിതരെ, ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ മർമ്മസ്ഥാനത്തോടാൻ യേശുക്രിസ്തുവിന് കഴിയും. ഈ സ്വർഗീയ ശില്പിക്ക്, ഈ സ്വർഗീയ മെക്കാനിക്കിന് എവിടെ തൊട്ടാൽ ഇതൊന്ന് വർക്ക് ചെയ്യുമെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. എവിടെ തൊട്ടാലാണ് ഈ മോളൊന്ന് നേരെയാകുന്നത് കർത്താവിനറിയാം. ഈ മോനൊന്ന് ശരിയാകുന്നത് എവിടെ തൊട്ടാലാണെന്ന് കർത്താവിനറിയാം. അവൻ മർമ്മം അറിയാവുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. നിങ്ങളൊന്ന് പറയൂ, കർത്താവേ, എന്നെ തൊടേണ്ടിടത്തൊന്ന് തൊടണമേ, തൊടേണ്ടതുപോലെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് പരുവപ്പെടുത്തണമേ, എന്നെ നിനക്ക് യോഗ്യമാക്കി തീർക്കണമേ. കർത്താവേ, എൻ്റെ കുടുംബത്തിലൊരു സമാധാനം തരണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ശാന്തത തരണമേ. അവരുടെ സ്വഭാവം വഴിതെറ്റിപ്പോകുന്നല്ലോ കർത്താവേ, അവർ വേണ്ടാതനത്തിലെല്ലാം പോകുന്നല്ലോ ദൈവമേ. അവർ പഠിക്കുന്നുമില്ല, അവർ ഉഴപ്പുന്നു, ക്രിക്കറ്റ് ബാറ്റുമായിട്ട് നടക്കുന്നല്ലോ, അവർ കഞ്ചാവിൻ്റെ അടിമകളായി തീരുന്നല്ലോ, അവർ ബോധമില്ലാത്തവരെ പോലെ നശിക്കുന്നല്ലോ, അവർ പഠിത്തവുമില്ല, ചുമതലാബോധവുമില്ല, അവർ നശിക്കുന്നല്ലോ കർത്താവേ. അവർ പ്രേമമെന്നും രാഷ്ട്രീയമെന്നൊക്കെ പറഞ്ഞ് ജീവിതം താറുമാറാക്കുന്നല്ലോ കർത്താവേ. അവർ ക്ലാസ്സിൽ പോയാൽ ക്ലാസ്സിൽ നിന്നിറങ്ങി ബാർ ഹോട്ടലിൽ പോയി മതിച്ച് കൂത്താടി പിന്നെ രാഷ്ട്രീയം കളിച്ച് അവരുടെ ജീവിതം പാഴാക്കുന്നല്ലോ എൻ്റെ കർത്താവേ. അവർ റാഗിങ്ങിലേക്ക് പോകുന്നല്ലോ, റാഗ് ചെയ്ത് മുടിയുന്നല്ലോ, റാഗ് ചെയ്ത് അനേകരെ നശിപ്പിക്കുന്നല്ലോ, ശാപം തലയിൽ ഏറ്റുന്നല്ലോ. അനേകം നിഷ്കളങ്കരായ യുവതി യുവാക്കളെ നശിപ്പിക്കുന്ന ശാപം റാഗ് ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് നേരിടുന്നല്ലോ കർത്താവേ. നിങ്ങളൊന്ന് പറയുമോ ദൈവത്തോട്? ദൈവത്തിന് സ്തോത്രം. അവൻ തൊടേണ്ടിടത്ത് തൊട്ടുകൊള്ളും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
തൊടേണ്ടടുത്ത് മർമ്മസ്ഥാനത്ത് അവൻ തൊടട്ടെ. ജീവനുള്ള ക്രിസ്തു തൊടേണ്ടടുത്ത് തൊടട്ടെ. മകനെ, നിന്റെ കടത്തിലവൻ തൊടട്ടെ, നിന്റെ കടഭാരത്തിലവൻ തൊടട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ കെടുതിയിലവൻ തൊടട്ടെ, നിന്റെ രോഗബാധയിലവൻ തൊടട്ടെ, നിന്റെ ശാപദോഷത്തിലവൻ തൊടട്ടെ, നിന്റെ കുടുംബത്തിലുള്ള അന്തഛിദ്രത്തിലവൻ തൊടട്ടെ, നിന്റെ കുടുംബത്തിലുള്ള അനൈക്യത്തിലവൻ തൊടട്ടെ, നിന്റെ ബിസിനസ്സിലെ പരാജയത്തിലവൻ തൊടട്ടെ, നിന്റെ ജീവിതത്തിൽ ഏതേത് മേഖലകളിൽ നീ വലയുന്നോ, നിന്റെ ഭാര ചുമടുകൾ വേറിയുള്ള നിന്റെ ജീവിത തോതുകളിൽ അവൻ തൊടട്ടെ. അവൻ നിന്നെ അനുഗ്രഹിക്കട്ടെ, അവൻ നിന്നെ തൊടട്ടെ, അവൻ നിന്നെ അതിശയമായി രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, അവനെ തൊടാൻ നിങ്ങളും താണുകൊടുക്കൂ. കർത്താവേ, എൻ്റെ ദൈവമേ, നിൻ്റെ കരങ്ങൾ എന്നെ തൊട്ടാൽ മതി. ആ തിരക്തം പുരണ്ട കരങ്ങൾ, ആണിപ്പാടുള്ള കരങ്ങൾ എൻ്റെ മേലൊന്ന് വെച്ചാൽ മതി കർത്താവേ. രോഗം പറന്ന് പോകുമല്ലോ. ഹല്ലേലൂയ, എൻ്റെ ദൈവമേ, എൻ്റെ ശാപദോഷങ്ങൾ പോകുമല്ലോ. എൻ്റെ മക്കളുടെ മേൽ ദോഷം വരാതെ അവരെ നീ തടുക്കുമല്ലോ, കാക്കുമല്ലോ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. സംഘയ നഗരത്തിലേക്ക് ഞാനിതാ ഓടിയണയുന്ന കർത്താവേ. വേറെ പോക്കിടമില്ല ദൈവമേ. എനിക്ക് വേറെ ആശ്രയിപ്പാൻ വേറെ ഇടമില്ല. എനിക്ക് ആശ്രയിച്ച് എന്ന് വിളിപ്പാൻ വേറെ ആളില്ല. ദാദാ, നീ മാത്രം എൻ്റെ സ്വന്തം, നീ മാത്രം എൻ്റെ സ്വത്ത്, നീ മാത്രം എൻ്റെ സമ്പത്ത്, നീ മാത്രം എൻ്റെ നിധി, നീയാണ് എൻ്റെ ഉടയവൻ. എൻ്റെ അരികിലേക്ക് ഞാനിതാ വരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ദൈവത്തിന് സ്തോത്രം. അവിടെയല്ലോ യഹോവ ശാശ്വതമായ ജീവൻ കൽപ്പിച്ചിരിക്കുന്നത്. അവിടെയല്ലോ യഹോവ സമാധാനം കൽപ്പിച്ചിരിക്കുന്നത്. യഹോവ അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹം. ദൈവമക്കളെ, സ്നേഹത്തിൻ്റെ പുതിയൊരു അധ്യായം നമുക്ക് തുടങ്ങാം. എവിടെ? പുസ്തകത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ അധ്യായം തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ആരംഭിക്കാം. തുടങ്ങരുതോ? ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ അധ്യായം, എൻ്റെ ദൈവമേ, വിട്ടുവീഴ്ചയുടെ അധ്യായം, ക്ഷമയുടെ അധ്യായം, ഐക്യത്തിൻ്റെ അധ്യായം. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ തിരിയെങ്കിലും കത്തിക്കുകയാണ്. അയ്യോ, സഭയിൽ മുഴുവൻ വഴക്കാണ്, സമുദായത്തിന് മുഴുവൻ ബഹളമാണ്, പള്ളികളിൽ നിന്നും മടിയാണ്, അയ്യോ എല്ലാം തകർന്നു, ഇന്നൊക്കെ മോശമാണ്, മോശമാണ്. അത് പോട്ടെ, അതിപ്പോൾ നമുക്ക് നോക്കണ്ട. നമുക്ക് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദി ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നമുക്കൊരു ചെറിയ തിരി കത്തിക്കാം. എന്നാൽ എന്താകും? എനിക്കെന്ത് സാധിക്കും? എന്നെക്കൊണ്ട് എന്താകും? ഞാൻ കർത്താവേ, ഞാൻ ചെറുതിരിയായി കത്തിക്കോളാം, ഒരു മെഴുകുതിരിയായി കത്തിക്കോളാം. ഒരു മെഴുകുതിരിയായി കത്തി പ്രകാശം കൊടുക്കുന്നതോടൊപ്പം ഞാനും കുറഞ്ഞുകൊള്ളാം. ഹല്ലേലൂയ. എന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? പ്രകാശം കൊടുക്കും തോറും ഞാൻ കത്തി എരിഞ്ഞുകൊള്ളാം, കത്തി കുറഞ്ഞുകൊള്ളാം, കത്തി ഞാൻ ഇല്ലാതായിക്കൊള്ളാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനോ കുറയണം, അവനോ വളരേണം. ദൈവജനമേ, ഞാൻ കുറയണം, എൻ്റെ യേശുവോ വളരേണം, അവൻ്റെ നാമം മഹത്വപ്പെടണം. ഞാൻ ഈ തലമുറയിൽ മാത്രം, എൻ്റേതായൊരു കൊച്ചു തലമുറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഒരു കൊച്ചു തലമുറ, ചെറിയൊരു കാലം. എൻ്റെ യേശുവോ യുഗങ്ങൾ മാറിയാൽ അവൻ മാറുകയില്ല, എൻ്റെ യേശു മാറുകയില്ല. കാലം മാറിയാൽ യേശു മാറുകയില്ല. സ്തോത്രം. ഓ ഹെർമോൻ പർവ്വതം, മാറിയാലും മാറ്റമില്ലാത്ത പർവ്വതം. മലകൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എൻ്റെ ദയ നിന്നിൽ നിന്ന് നീങ്ങുകയില്ല. ഹല്ലേലൂയ. മലകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ മാറിപ്പോകും. യെശയ്യാവ് പറയുകയാണ്, കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, എൻ്റെ ദയ നിന്നിൽ നിന്ന് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സമാധാന നിയമം തരും ദൈവത്തോട് നമുക്കൊന്ന് ഉടമ്പടി ചെയ്യണ്ടേ? അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കണ്ടേ? അവനോട് വാക്ക് പറയണ്ടേ? കർത്താവേ, ഈ ഹെർമോന്യ മഞ്ഞൻ്റെ തലമേൽ പെയ്യണമേ. ഗോകുൽത്തായിൽ ചിന്തിയ തിരക്തത്താൽ ഒഴുകി വരുന്ന ഹെർമോന്യ മഞ്ഞൻ്റെ ശിരസിലേക്ക് പകരണമേ. സ്നേഹത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടയവനെ, സ്നേഹം എന്നിൽ ആരംഭിക്കണമേ. സ്നേഹത്തിൻ്റെ ഉറവ് വറ്റിപ്പോയ എൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഉറവക്കണ്ണ് തുറന്നു വരണമേ. ഹല്ലേലൂയ. എൻ്റെ കരുണയുള്ള കർത്താവേ, സ്നേഹത്തിൻ്റെ ഉറവ് വറ്റിപ്പോയ എൻ്റെ ഹൃദയത്തിൽ വിദ്വേഷവും വൈരാഗ്യവും പകയും പതഞ്ഞുയരുന്ന എൻ്റെ ഹൃദയത്തിൽ ഉടയവനെ, നാഥാ, നിന്റെ സ്നേഹത്തിൻ്റെ നീരുറവായി ഇന്ന് ഒഴുക്കിത്തരണമേ. സ്നേഹത്തിൻ്റെ അരുവി നീരൊഴുകി എന്നെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഏദൻ തോട്ടം നനപ്പാനുള്ള നദി പുറപ്പെട്ടു. ഇന്ന് ഗോകുൽത്തായിൽ പുറപ്പെട്ട ആ നദി, കർത്താവേ, ഗോകുൽത്തായിൽ പുറപ്പെട്ട ആ നദി, ആ തിരുവിലാവിൽ നിന്നൊഴുകിയ നദി
ഇന്ന് പീശോൻ ഗീഹോൻ ഹിദ്ദേക്കൽ ഫ്രാത്തെന്ന് 4 കൈവഴിയായി ഒഴുകി എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തണമേ. എൻ്റെ നിഷ്ഠൂര ഹൃദയത്തിലേക്ക് പകരണമേ. കൊലപാതകത്തിന് ആഗ്രഹമുള്ള ഹൃദയത്തിലേക്ക് പകരണമേ. ആത്മഹത്യാ ശ്രമമുള്ള ഹൃദയത്തിലേക്ക് സ്നേഹം പകരണമേ കർത്താവേ. ദൈവമേ, വിദ്വേഷവും പകയും വൈരാഗ്യവും തിങ്ങി നിൽക്കുന്ന, സ്പർദ്ധ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിലേക്ക് ആ സ്നേഹം ഒഴുകി വരണമേ കർത്താവേ. ഗോകുൽത്തായിലെ തിരുസ്നേഹം, സ്വർഗീയ സ്നേഹം, മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോകപിതാവുതാൻ. ഓ ദൈവത്തിന് സ്തോത്രം. മകൾ സ്നേഹം, മകൾ സ്നേഹം. നിങ്ങളെന്ത് തീരുമാനിച്ചു? ഇനി അധ്യായം തുടങ്ങിയോ? ആരെല്ലാം അധ്യായം തുടങ്ങി? സ്നേഹത്തിൻ്റെ അധ്യായം. മറക്കാൻ ആരെല്ലാം തീരുമാനിച്ചു? പൊറുക്കാൻ ആരെല്ലാം തീരുമാനിച്ചു? ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിങ്, ഫർഗെറ്റിംഗ് ലവ് ആൻഡ് ഫർഗിവിങ് ലവ്. മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന സ്നേഹം ഇന്ന് ആരെല്ലാം തീരുമാനമെടുത്തു? കർത്താവേ, ഇന്നു മുതൽ ഞാൻ മറക്കാനും പൊറുക്കാനും തീരുമാനിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപായി സ്നേഹത്തിൻ്റെ അധ്യായം തുടങ്ങി ഞാനിതാ എഴുന്നേൽക്കുകയാണ്. എന്നിൽ നിന്ന് ഇനി മറ്റുള്ളവർക്ക് സ്നേഹം മാത്രം ലഭിക്കും. ഉടയവനെ, യേശുവിനെ സ്നേഹിക്കും, മനുഷ്യരെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കും, മനുഷ്യരെ സ്നേഹിക്കും. യേശുക്രിസ്തുവിനെ സ്നേഹിക്കും, മനുഷ്യരെ സ്നേഹിക്കും. നാഥാ, ഞാൻ ഇന്നു മുതൽ നിന്റെ അടിമ. അങ്ങനെ തീരുമാനമുള്ളവരുടെ കരങ്ങൾ ഉയർത്താം. നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി സ്തോത്രം. സ്നേഹത്തിന്റെ പുതിയ അധ്യായത്തിനായി സ്തോത്രം. സ്നേഹം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. സ്നേഹത്തിന്റെ സ്വർഗീയ മാതൃകയ്ക്കായി സ്തോത്രം. കുരിശിലെ സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ദൂരെയും ചാരയും ഇരുന്നുകൊണ്ട് ഈ വചനം ശ്രദ്ധിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ കരം വെക്കണമേ. സ്നേഹം പകരണമേ. ഹൃദയത്തിൽ സ്നേഹം തുടങ്ങണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശാപദോഷങ്ങൾ മാറ്റണമേ. പാവബന്ധനങ്ങൾ അഴിക്കണമേ. പൈശാചിക ബാധകൾ മാറ്റണമേ. ദുർഭൂതങ്ങൾ മാറ്റി എല്ലാവരെയും വിടുവിക്കണമേ. രോഗബാധകൾ മാറ്റണമേ. കടബാധ്യതകൾ തീർക്കണമേ. കർത്താവേ, ആകുലങ്ങൾ നീക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.